എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ലൊരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ്. ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട്. കരിമംഗലത്തിനുള്ള ആ ഒരു ഹോം റെമഡി പറഞ്ഞു തരാമെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, തലമുടി ഹെയർ ഫോൾസ് ഉണ്ടാകുന്നതിന് പറഞ്ഞു തരാമെന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് മെസ്സേജും കോളുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ചെയ്ത് നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കൂടുതലും 100-ൽ 99% നല്ല കമൻറ്റുകളാണ് എനിക്ക് വരുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ആരെയും പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല വീഡിയോ ഇടുന്നത്. എനിക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്കത് നല്ല രീതിയിൽ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയെന്ന് അറിയുവാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഓരോരുത്തരൊക്കെ അത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പം ഒരു 1.5 ലക്ഷം കടന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ കുറേ ബ്യൂട്ടി ടിപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനേക്കാളിലൊക്കെ കൂടുതൽ റിസൾട്ട് കിട്ടിയൊരു വീഡിയോ ആണ് കോക്കനട്ട് ഓയിൽ കൊണ്ട് ഒരു മസാജ് ചെയ്ത ഒരു വീഡിയോ. ഒരുപാട് പേര് കമൻറ്റിൽ എന്നോട് ചോദിച്ചിരുന്നു വെളിച്ചെണ്ണയ്ക്ക് പകരം ഏത് ഓയിലാണ് യൂസ് ചെയ്യാവുന്നതെന്ന്. അവർക്ക് ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ ഒലിവ് ഓയിലോ യൂസ് ചെയ്യാം. അപ്പോൾ വെറും കോക്കനട്ട് ഓയിൽ ഇട്ടുള്ള മസാജാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് ഈ കോക്കനട്ട് ഓയിൽ അലർജി ആണെന്നുണ്ടെങ്കിൽ ഇത് നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ. വെർജിൻ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരാളെന്നോട് ചോദിച്ചിരുന്നു തേങ്ങാപ്പാലിൻ്റെ ഇത് വെച്ച് ഉപയോഗിക്കാവുന്ന. തേങ്ങാപ്പാൽ പിഴിഞ്ഞതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. പക്ഷേ തേങ്ങാപ്പാൽ കുറച്ച് നേരം അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മസാജ് ചെയ്യുവാണെങ്കിൽ കുറച്ച് എണ്ണമയം ഫീൽ ചെയ്യും കേട്ടോ. എന്തായാലും നമ്മൾ ഈ ഒരു മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ഇച്ചിരി എണ്ണമയം വേണം, എന്നാലും നമുക്ക് ആ മസാജ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ അങ്ങനെയുള്ള സാധനം ഇട്ട് മസാജ് ചെയ്യാൻ പറയുന്നത്. പിന്നെ നമുക്ക് വഴുക്കൽ വേണം. എന്തെങ്കിലും ഒരു വഴുക്കലില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല മസാജ്. അതുപോലെ തന്നെ നമുക്ക് പപ്പായയുടെ പൾപ്പും പിന്നെന്താ പറയുക, നമ്മുടെ അലോവേര ജെല്ലും, ഫ്രഷ് അലോവേര ജെല്ല് അലർജി ആണെന്നുണ്ടെങ്കിൽ ഹെർബൽ അലോവേര ജെല്ല് മേടിക്കാൻ കിട്ടും. അത് നല്ല കമ്പനിയുടെ നോക്കി വാങ്ങിക്കുക. അതുകൊണ്ട് മസാജ് ചെയ്യുക. അതുകൊണ്ടാണ് മസാജ് ചെയ്യുക. അതുപോലെ തന്നെ പപ്പായയുടെ പൾപ്പും നമ്മുടെ തക്കാളി നീരും വെച്ച് നിങ്ങൾക്ക് മസാജ് ചെയ്യാം. അങ്ങനെ ഒത്തിരി പേര് സംശയം ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെയൊക്കെ വെച്ച് നിങ്ങൾക്ക് മസാജ് ചെയ്യാവുന്നതാണ്. അപ്പം മസാജ് ചെയ്യുമ്പോൾ നമുക്ക് റെഗുലറായിട്ട് ചെയ്യുക. ചുളിവുകളൊക്കെ ഉള്ളവർ ആഴ്ചയിൽ ഒരാഴ്ച മാക്സിമം ചെയ്യുക. ചെയ്തതിന് ശേഷം ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്തു പോവുക. അതുപോലെ തന്നെ ഒരുപാട് റിങ്കിൾസൊക്കെ ഇങ്ങനെ താടിയൊക്കെ തൂങ്ങി നിൽക്കുന്ന, അങ്ങനെ ഒരുപാട് റിങ്കിൾസൊക്കെ താടിയോടെ സാഗ് ചെയ്ത് ഒരുപാട് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർ ഒരു മാസം അടുപ്പിച്ച് ചെയ്തതിന് ശേഷം ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്തു പോവുക കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പിന്നെ എന്താ പറയുക, ഈ ഫേസിൽ റിങ്കിൾസ് കൂടുന്നതിൻ്റെ വേറൊരു കാരണം കൂടെയുണ്ട്. ഫേസിൽ ഒരുപാട് നല്ല മുഖം വട്ടത്തിൽ നല്ല വണ്ണം തടിച്ച മുഖമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ശരീരം മെലിയുമ്പോഴത്തേനും ഈ ഒരു അവസ്ഥയുണ്ടാകും. പെട്ടെന്ന് സാഗ് ചെയ്യും. അപ്പോൾ അത് സ്കിന്നിനെയാണ് നമ്മൾ പെട്ടെന്ന് ബാധിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണം. ഇച്ചിരി പാടാണ്. നല്ല ഫുഡൊക്കെ കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, പ്രോട്ടീൻ ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. അങ്ങനെയൊക്കെ കൊണ്ട് അത് നമുക്ക് എന്താ പറയുക, നമ്മുടെ എന്താ പറയുക, പീരീഡ് സ്റ്റോപ്പായി പോകുന്ന ഒരു സമയത്ത് നമുക്ക് ഈ പെട്ടെന്ന് ശരീരം വണ്ണം വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ശരീരം ചൊട്ടിപ്പോകും. ഒരുപാട് ചൊട്ടിയല്ല, ഒന്ന് മെലിഞ്ഞു പോകും. ആ മെലിഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് അവരുടെ മുഖത്തിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഷേപ്പും എല്ലാം മാറിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിക്കുക. ഒരുപാട് വണ്ണം വെക്കുന്നതിനെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ടൈറ്റാകാൻ തുടങ്ങും. ആഹാരത്തിലും ഉണ്ട് നമ്മുടെ ഈ ഒരു പ്രധാന കാരണം, സ്കിന്ന് ലൂസ് ആകാനായിട്ട്, റിങ്കിൾസൊക്കെ ഉണ്ടാകാനായിട്ടുള്ള കാരണം. പിന്നെ കണ്ണിൻ്റെ കറുപ്പുണ്ടാകാനായിട്ടാണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഉറക്കക്കുറവും തൈറോയിഡിൻ്റെ പ്രശ്നവും ഇങ്ങനെയൊക്കെ കൊണ്ട് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കണ്ണിനടിയിലൊക്കെ കറുപ്പുണ്ടാകാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഡബിൾ ചിന്ന്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചതിൻ്റെ പ്രകാരമാണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഡബിൾ ചിന്ന് കുറയാനുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. എന്നിട്ട് ആദ്യം ഡബിൾ ചിന്ന് കുറയാനായിട്ടുള്ള ഒരു മസാജ് ചെയ്ത് കാണിക്കാം. അതിനുശേഷം നല്ലൊരു എക്സസൈസ് കൂടെ ചെയ്ത് കാണിക്കാം. അത് രണ്ടും നമ്മൾ ചെയ്യണം, ഒരുമിച്ച് തന്നെ നമ്മൾ ചെയ്യണം. ആദ്യമേ ഫസ്റ്റ് മസാജ് ചെയ്യുക, അതിനുശേഷം നമ്മൾ ഈ ഒരു എക്സസൈസ്, ഈ ഒരു വ്യായാമം കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്ക് ചെറുതായിട്ട് ഡബിൾ ചിഹ്നം അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇതുവരെ വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ചെയ്തു പോകുന്ന ആളാണ്. ആദ്യമൊക്കെ സ്ഥിരമായിട്ട് ഒരാഴ്ചയൊക്കെ അടുപ്പിച്ച് ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുമ്പം
ഒന്നിനൊന്നിനെ പുറകെ പോകാതെ നമ്മളിപ്പോൾ എൻ്റെ ഞാൻ പറയുന്ന ഒരു ബ്യൂട്ടി ടിപ്സ് ആണെങ്കിലും വേറെ ആരെങ്കിലും പറയുന്ന ഒരു ടിപ്സ് ആണെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് വേറെ ഒരാളുടെ ടിപ്സ് കാണാൻ വേറെ കയറിപ്പോയി കാണുക, അതിൽ ചെയ്യുക. പിന്നെ അതിൻ്റെ കഴിഞ്ഞിട്ട് വേറെ ഒരാളുടെ ടിപ്സ് കാണാൻ പോയി അത് ചെയ്യുക. ഒരിക്കലും അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു ശതമാനം പോലും റിസൾട്ട് കിട്ടത്തില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. അത് നമ്മൾ മാറുന്നിടം വരെ ചെയ്യുക. ഇത് കെമിക്കലല്ല, നാച്ചുറലാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ചെയ്യുന്ന സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വേറെ ഒന്നിന് പുറകെ പോകാതെ ചെയ്യുന്ന കാര്യം എന്തായാലും, ഇത് ബ്യൂട്ടി ടിപ്സ് ആണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ചെയ്യുന്ന ഒരു കാര്യം അതിൽ തന്നെ നമ്മൾ പിന്നെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് അതിൽ തന്നെ ഉറച്ചു നിന്ന് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ ഒന്നിനൊന്നിന് പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടത്തില്ല. നമുക്ക് ആരെങ്കിലും ഒരു മരുന്ന് തന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മളോട് ഒരു കാര്യം ഒരാൾ പറഞ്ഞു തന്നു കഴിഞ്ഞാലും അത് അവർ പറയുന്ന പോലെ തന്നെ ചെയ്യുക. റിസൾട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല കാര്യം. അവർ പറയുന്ന ഒരു കാര്യം നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. ഇത് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വെറും നാച്ചുറലാണ്. അങ്ങനെ വലിയ അലർജിയും കാര്യങ്ങളും വരുന്നൊന്നുമല്ല. പിന്നെ ചിലർക്ക് പാൽ അലർജി ആയിരിക്കും, മഞ്ഞൾപ്പൊടി അലർജി ആയിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അലർജി ഉള്ളവരൊക്കെ ഉണ്ട്. അവർ അതിനനുസരിച്ച് വേറെ പല പല കാര്യങ്ങൾ, അതിനല്ലാത്ത വേറെ കാര്യങ്ങൾ, വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ, അലർജി ഇല്ലാത്ത കാര്യങ്ങൾ. ചിലർക്ക് എന്ത് ചെയ്താലും അലർജി ആയിരിക്കും കേട്ടോ. ഉള്ളവർക്ക് നമുക്ക് വേറെ പല മാർഗ്ഗങ്ങളുണ്ട് ചെയ്യാനായിട്ട്. ഒരു കാര്യം ഫേസിൽ തൊടാൻ പറ്റത്തില്ല എന്നുള്ളവർക്ക് വേറെ പല കാര്യങ്ങളുണ്ട് നമുക്ക് ഫേസിൽ ചെയ്ത് കൊടുക്കാനായിട്ട്. മനസ്സിലായോ? അപ്പം നമ്മൾ ഓരോരുത്തരും പറയുന്ന അറിവുകൾ നമ്മൾ നല്ലത് കൊള്ളണം, ചീത്തയെ തള്ളിക്കളയണം. അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കണം, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തള്ളിക്കളണം, അല്ലേ? അല്ലാതെ നമ്മൾ എല്ലാവരെയും കുറ്റം പറഞ്ഞിട്ട് അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. നമ്മൾ ഏതൊരു കാര്യവും പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ നല്ല മനസ്സോടെ ചിന്തിച്ചിട്ട് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസാണ് ഞാൻ എല്ലാം ഇടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു മസാജ് ചെയ്യാം, ഡബിൾ ചിന്നിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇന്ന് കോക്കനട്ട് ഓയിൽ അല്ല എടുത്തേക്കുന്നത്, ഇന്നൊരു മോയ്സ്ചറൈസറാണ് എടുത്തേക്കുന്നത്. പീച്ച് മിൽക്ക് എന്ന് പറഞ്ഞാൽ ലാക്മേയുടെ ഒരു മോയ്സ്ചറൈസറാണിത്. അപ്പോൾ ഈ നല്ലൊരു മോയ്സ്ചറൈസറാണ് നമുക്ക് രാത്രിയിലൊക്കെ പുരട്ടിക്കൊണ്ട് കിടക്കാനായിട്ട്. പീച്ച് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മിൽക്കും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ആപ്പിളും അതിൻ്റെ ഫ്ലേവർ ചേർന്നിട്ടുണ്ടാക്കിയ ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല റിസൾട്ടാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണം. നല്ല സൂത്തിങ് ആയിട്ടുള്ള, നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള, നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ബ്യൂട്ടി ഷോപ്പുകളിൽ കിട്ടും. അതുപോലെ തന്നെ മോറ അതുപോലുള്ള ബിസ്മി അങ്ങനെയുള്ള ഷോപ്പുകളിൽ കിട്ടും. അതുകൂടാതെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവിടെ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളൊരു വാട്സപ്പിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ഫോട്ടോ അയച്ചു തരാം കേട്ടോ. കുറച്ച് കയ്യിലെടുത്തിട്ട് നമുക്ക് എവിടെയാണ് മസാജ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് നല്ലൊരു മണമാണ് കേട്ടോ. നമുക്ക് ഡബിൾ ചിന്ന് മാറാനായിട്ടുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ മസാജ് ചെയ്യാനായിട്ട് കാണിച്ചു തരാം. നമ്മളത് കയ്യിലെല്ലാം ചെറുതായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ മസാജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു തെന്നൽ കിട്ടണം ചെയ്യുമ്പോഴത്തേനും. അല്ലെങ്കിൽ നമ്മുടെ കൈ നമ്മുടെ ഫേസും കൈയും ഒക്കെ ഡ്രൈ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് റിസൾട്ടും കിട്ടത്തില്ല, അതിന് ഗുണം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കൈ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുക. കത്രികയായിട്ട് ചെയ്തിട്ട് കത്രിക പോലെ നമ്മൾ എടുക്കുക. 1 2 3 4 5 6 7 8 9 10. അപ്പം ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ കൊണ്ടെത്തിക്കണം. അതുപോലെ നമ്മൾ ചെയ്യണം. ഒത്തിരി സ്പീഡിൽ ചെയ്തപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് എനിക്ക് സ്പീഡായിപ്പോയി. നിങ്ങൾ ഒത്തിരി സ്പീഡ് ചെയ്യണം. ശരിക്കും ഒത്തിരി സ്പീഡ് ചെയ്യാതിരിക്കുമോ. ഞാനിങ്ങനെ ചിലപ്പോൾ ചെയ്യുമ്പോൾ സ്പീഡ് കൂടിപ്പോകുന്നതാണ്. അപ്പോൾ അധികം സ്പീഡില്ലാതെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. 1 2 3 4 5 6 7 8 9 10. അപ്പം നമ്മൾ 10 പ്രാവശ്യം മസാജ് ചെയ്തു. ഇനി നമുക്ക് കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ പിഞ്ച് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് ബലം കൊടുക്കണ്ട, എന്നാൽ ഒരു മീഡിയം പ്രഷറിൽ കൊടുത്തിട്ട് പിഞ്ച് ചെയ്യുക.
അത് നമ്മൾ ഈ ചെവിയുടെ പുറവ് നമ്മൾ നേരത്തെ കൊണ്ടെത്തിച്ചില്ലേ, ആ ചെവിയുടെ പുറവ് വരെ അതുപോലെ തന്നെ കൊണ്ടെത്തിക്കുക. വീണ്ടും പ്രസ് ചെയ്യുക, പിൻ ചെയ്യുക. ചെവിയുടെ അവിടെ, ചെവിയുടെ പുറകിലല്ല, സോറി, ചെവിയുടെ ആ ഒരു ഇവിടം വരെ കേട്ടോ. പിൻ ചെയ്യുക. ഇത് നമ്മൾ 10 പ്രാവശ്യം ചെയ്യണേ. നമ്മളിങ്ങനെ ചെയ്യുമ്പം ഇവിടെ അങ്ങനെ വലിച്ച് ചെയ്യണം. ഇവിടെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇവിടെ വരുമ്പോൾ നമ്മൾ പതുക്കെ പിടിച്ചിട്ട് ഈ സൈഡ്, ഈ നമ്മുടെ കൂടുതൽ സ്കിന്നുള്ള ഭാഗം നമ്മൾ സ്ട്രെച്ച് ചെയ്ത് മുകളിലോട്ടാക്കി നമ്മളിങ്ങനെ ചെയ്യണം. അങ്ങനെ 10 വട്ടം നമുക്ക് ചെയ്യണേ. പിന്നെ നമുക്ക് അതുപോലെ തന്നെ പിടിച്ചതിന് ശേഷം മൂന്നാമത് ചെയ്യേണ്ടത് 1 2 3 4 5 6 7 8 9 10. അപ്പോൾ നമ്മൾ 3 വട്ടം ചെയ്തല്ലോ. ഇനി നമുക്ക് ഈ ഒരു വിരൽ വെച്ചിട്ട് ഒരു മസാജ് എടുക്കുക. അപ്പോൾ ഈ വിരൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് പിടിക്കണം കേട്ടോ. ഈ ഒരു താടിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ചെയ്യണം. 1 2 3 4 5 6 10 തവണ ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മൾ തിരിച്ച് പിടിക്കുക. എന്നിട്ട് തവണ ചെയ്യുക. അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലുള്ള റിങ്കിൾസൊക്കെ കുറയാനായിട്ട് നല്ല കേട്ടോ. ഡബിൾ ചിന്ന് മാത്രമല്ല, ഇവിടുത്തെ ആ സ്മൈൽ ലൈനടുത്തെ റിങ്കിൾസൊക്കെ കുറയാനായിട്ട് ഒത്തിരി നല്ലതാണ്. അടുത്തായിട്ടുള്ള മസാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൈ ഇങ്ങനെ പിടിക്കുക. ഈ ചെവിയുടെ ഇവിടെയോട്ട് ഇവിടെ വരെ കൊണ്ടെത്തിക്കുക. ഇങ്ങനെ നമ്മൾ 10 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ ഇത്രയും മസാജ് നമ്മൾ ഡെയിലി ആവർത്തിക്കുക. ഒരു ദിവസം പോലും മുടങ്ങരുത്. നമുക്ക് എത്ര വ്യത്യാസം വരുന്നോ അതനുസരിച്ച് നമ്മൾ ആവർത്തിക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടു തുടങ്ങും. അപ്പോൾ ഇനി നമുക്ക് അതിനുള്ള നല്ലൊരു എക്സസൈസ്, ഒരു വ്യായാമം കൂടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നേരെ ഇരിക്കുക. എന്നിട്ട് ഈ സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് 1 നേരെ കൊണ്ടുവരിക, 2 3 4 5 ഇങ്ങനെ 10 വട്ടം നമുക്ക് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനായിട്ട് കേട്ടോ. അടുത്തൊരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ താടിയിൽ ഇങ്ങനെ കൈ കൊടുത്തിട്ട് മേലോട്ട് ഞാൻ കാണിക്കുന്ന പോലെ ചെയ്യണം. അങ്ങനെ 10 വട്ടം ചെയ്യണേ. അപ്പോൾ ഇത് 10 വട്ടം നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഒരു മസിലെല്ലാം കൂടെ നല്ലതായിട്ട് വലിയും സ്ട്രെച്ചാകും. നമ്മളിങ്ങനെ മേളിലോട്ട് ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ കൈ ചുരുട്ടി പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കുക. ഒരുപാട് അമർത്തല്ല, ചെറുതായിട്ടൊന്ന് അമർത്തിയതിന് ശേഷം നമ്മൾ മേളിലോട്ട് വെച്ചിട്ട് വാ വിളിച്ചു കൊടുക്കുക. ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. വീണ്ടും വാ അടയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു 10 വട്ടം ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഇവിടുത്തെ മസിലൊക്കെ നല്ല സ്ട്രെച്ചായിട്ട് നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എക്സസൈസ് ചെയ്യുക.
ഈ ഒരു എക്സസൈസ് നമ്മൾ മേലോട്ട് ഇതുപോലെ ഒരു 10 പ്രാവശ്യം ആവർത്തിക്കാം. ഇത് നമുക്കൊരു 10 പ്രാവശ്യം ആവർത്തിക്കാം. ഇത് നമുക്ക് ഒരു എന്താ പറയുക, ഒരു സ്ലോലി നമ്മൾ പതുക്കെ ചെയ്താൽ മതി, ഒത്തിരി ബലം കൊടുത്ത് ചെയ്യണ്ട. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് നമ്മൾ ഡെയിലി ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ഡബിൾ ചിന്ന് നമുക്ക് പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. ഒരുപാട് ഇതിനു വേണ്ടിയുള്ള ഒരുപാട് എക്സസൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ നോർമലായിട്ടുള്ള കുറച്ച് എക്സസൈസാണ് ഞാൻ കാണിച്ചു തന്നത്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങളത് ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തരുത്. നമ്മൾ 1-2 ദിവസം കഴിഞ്ഞ്, മിക്കവാറും എല്ലാ വീട്ടമ്മമാർക്കും ഉള്ളൊരു പ്രശ്നമാണ്, 2 ദിവസം കഴിഞ്ഞ് നിർത്തിക്കളയും, അല്ലെങ്കിൽ വേറെ എന്തിൻ്റെയും പുറകെ പോകും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടാത്തത്. നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുള്ള പോസിറ്റീവായിട്ട് നമുക്കത് മാറണം എന്ന് വിചാരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു 50% റിസൾട്ട് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പാണ്. മെയിനായിട്ട് നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇലവർഗ്ഗങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാം. വൈകിട്ട് കിടക്കാൻ നേരത്ത് നിങ്ങൾ ചൂട് പാല് മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കുന്നത് ഒത്തിരി നല്ലതാണ്. പാല് ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ പാല് നിങ്ങൾക്ക് ഒരു 1/4 ഗ്ലാസ് പാലിനകത്ത് 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നിങ്ങൾ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിക്കുക. ജസ്റ്റ് തിള വരുമ്പോൾ നിർത്തുക. എന്നിട്ട് അരിച്ചെടുത്തതിന് ശേഷം ചെറു ചൂടോടെ നിങ്ങൾ ഉറങ്ങുന്നതിന് 1/2 മണിക്കൂർ കുടിക്കുക. ഇത് ഒത്തിരി നല്ലതാണ് നമ്മുടെ ശരീരത്ത്. ഒരുപാട് ക്യാൻസറിനെ വരെ തടഞ്ഞു നിർത്താനായിട്ട് ഈ മഞ്ഞൾപ്പൊടി ഇട്ട പാല് നല്ലതാണ്. അങ്ങനെ ഒത്തിരി നമ്മുടെ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ നല്ലതാണ്. നമ്മളത് സ്ഥിരം കുടിക്കത്തില്ല. ഒരാഴ്ച കുടിച്ചു കഴിയുമ്പോൾ മിക്കവാറും പേര് എല്ലാവരും നിർത്തും. നമ്മുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാഴ്ച കഴിയുമ്പം അതങ്ങ് നിർത്തും, പിന്നെ കുടിക്കത്തില്ലല്ലേ. അപ്പോൾ ഇത് കറക്റ്റ് രീതിയിൽ നമ്മൾ ചെയ്തു പോലെ ഏതൊരു കാര്യത്തിനും റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൂ, ഇത് കറക്റ്റ് രീതിയിൽ, അത് നമ്മൾ ഏത് കാര്യം ചെയ്താലും, ഫേസിലാണെങ്കിലും കൊള്ളാം, നമ്മളിപ്പോൾ കാണിച്ച യോഗയാണെങ്കിലും കൊള്ളാം, അല്ലെങ്കിൽ മസാജ് ആണെങ്കിലും കൊള്ളാം, നമ്മളിത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്തു പോവുക. അപ്പോൾ ഈ മസാജും ഈ ഞാൻ കാണിച്ച ഈ യോഗ പോലുള്ള എക്സസൈസും നിങ്ങൾ ഡെയിലി മുടങ്ങാതെ ചെയ്യണം. വലിയ സമയമൊന്നും വേണ്ട. നമ്മളെല്ലാ പണിയും ഇങ്ങനെ വെറുതെ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ 5 മിനിറ്റ് മാറ്റി വെക്കുക. അപ്പോഴേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. ഇല്ലാതെ റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ എൻ്റെ അടുക്ക് വന്ന് കമൻറ്റ് ഇട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യണം, തുടർച്ചയായിട്ട് ചെയ്യണം. എങ്ങനെ അത് മാറുന്ന ഒരുപാട് ഡബിൾ ചിഹ്നം കാര്യങ്ങളൊക്കെ ഉള്ളൂ. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാൻ മറക്കല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ഒക്കെ കാണാനായിട്ട് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസൊക്കെ വരും. ഗാർഡൻ വീഡിയോസും ഉണ്ട്, ബ്യൂട്ടി ടിപ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളെങ്കിൽ അത് കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക്, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.